ഇന്ന് ഞാൻ രണ്ടിലും അറിയിച്ചു. ഞാൻ ചോദിച്ചിട്ട് ഇതെവിടെ ചെന്ന് അവസാനിക്കോളിയാ? എന്താ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്? എന്തിനുള്ള പുറപ്പാട് അറിയേണ്ടത്? പാലിച്ചിട്ട കാര്യം എന്താന്ന് വെച്ചാൽ പറയണോ? ഇത്രയും നാൾ അളിയനെ പേടിച്ച് ഞാൻ എന്റെ വായ മൂടിക്കെട്ടിയിരിക്കായിരുന്നു. ഇനി എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും. എവിടെ നിന്ന് വന്ന ഒരുത്തരെ മരുമകനാണെന്ന് പറഞ്ഞ് മടിയെ കയറ്റിയിരുത്തി, പിന്നെ മോളാണെന്ന് പറഞ്ഞ് ഒരുത്തി വന്നു. ഇപ്പൊ എന്താ ഒരു കുഞ്ഞും. എന്താ ഇതിലൊക്കെ അർത്ഥം? ഏതേ ഈ മാണിക്യമംഗലം തറവാടിന്റെ അന്തസ്സുണ്ട്, അത് അളിയലായിട്ട് കളഞ്ഞു കൊടുക്കരുത്. മാണിക്യമംഗലം തറവാടിന്റെ അന്തസ് കാക്കാൻ വന്നിരിക്കുന്ന ഒരു മഹാൻ. എടാ, എന്റെ കാലശേഷം നീയൊക്കെ ഈ തറവാട് കുഴിച്ച് കുളം തോണ്ടുവെന്ന് അറിയാവുന്നതുകൊണ്ടാ എനിക്ക് ഈശ്വരൻ എന്റെ മക്കളെ തന്നത്. ഇനി ഈ കാണുന്നതൊക്കെ അധികം കൊള്ളാ. എവിടെ നിന്നോ കയറി വന്ന കണ്ട അലവലാദികൾക്ക് വേണ്ടി ഞങ്ങളെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കാൻ കഴിയുമെന്ന് അളിയൻ കരുതുന്നുണ്ടോ? ഈ സ്വത്തുക്കൾ ഞാൻ കൂടി അവകാശമുണ്ട്. ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സ്വത്തിന് നിനക്കൊക്കെ അവകാശമുണ്ടെന്നോ? ഇറങ്ങടാ, ഇറങ്ങടാ പട്ടി. അതെ, ഇതുവരെ ഞാൻ നിങ്ങളെ അളിയാന്നല്ലാതെ മറുത്ത് വിളിച്ചിട്ടില്ല. എങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നു, എനിക്ക് ഇവിടെ ഇറങ്ങിപ്പോകാൻ മനസ്സില്ലടോ. ധൈര്യപ്പെട്ടൊക്കെ താൻ ഇവിടെ ഇറക്കിവിട്, ഒന്ന് കാണട്ടെ. എന്താ തല്ലിയല്ലേ? മേലി പടി നീ ചവിട്ടിയേക്കരുത്. തന്നോട് ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് പരമേശ്വരനല്ല. നോക്കിക്കേ, നിനക്ക് പിന്നെ അവനോട് പോവാം. വീടും കൂടും ഇല്ലാത്ത ഞങ്ങള് ഈ പിള്ളേരെയും കൊണ്ട് എങ്ങോട്ട് പോകാനാ? ഏത് നരകത്തിൽ വേണേലും പോവാം. മാറി അവരെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി എന്റെ മക്കൾ വിഷമിക്കണ്ട. പോകാൻ പറ. കണ്ണുകൊണ്ടുവിടണം. എനിക്ക് ചാവാൻ നടന്നപ്പോ ഒരുത്തരും വണ്ടി ഇരിക്കണ്ട. ഇപ്പൊ എല്ലാവർക്കും എന്നെ കൊല്ലണം. മിസ്റ്റർ മഹാദേവൻ, മഹാദേവനല്ലേ ശോഭയുടെ ഭർത്താവ്? അതെ. നമ്മളാരാ? ഞാൻ മഹാദേവൻ, ശോഭയുടെ ഭർത്താവ്. സത്യം പറയടി, ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മഹാദേവൻ ആരാ? നിങ്ങൾ തന്നെയല്ലേ മഹാദേവൻ? ഇനി നിന്റെ കളത്തിലൊന്നും വേണ്ട. മഹാദേവനും നീയും തമ്മിലുള്ള ബന്ധം എന്താണ്? മഹാദേവനെ ഞാൻ കണ്ടിരുന്നു. ശോഭയെ കൊന്നിട്ട് നീ ആ വേഷം കെട്ടി ഇവിടെ വന്നതല്ലേ? മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. മഹാദേവനെ നേരിൽ കണ്ട സ്ഥിതിക്ക് നിങ്ങൾ ഈ സത്യം അറിയണം. ഞാൻ ശോഭയായ കഥ ഒരു അനാഥയായ ശോഭയ്ക്ക് ഞാൻ എല്ലാമായിരുന്നു. പ്രീ ഡിഗ്രി വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. അന്ന് അവൾ മഹാദേവനുമായി അടുപ്പത്തിലായി. അതറിഞ്ഞ ഞാൻ ഒരു ദിവസം മഹാദേവനെ പരിചയപ്പെട്ടു. അയാളുടെ നല്ല പെരുമാറ്റം കണ്ടപ്പോ ശോഭയ്ക്ക് കിട്ടിയ ഭാഗ്യമാണെന്ന് ഞാൻ കരുതി. പിന്നെ എക്സാം കഴിഞ്ഞ് എനിക്ക് നഴ്സിംഗ് അഡ്മിഷൻ കിട്ടി. ആ വിവരം പറയാൻ ഞാൻ ശോഭയുടെ അടുത്ത് ചെന്നു. അയ്യേ, കൊച്ചു കുട്ടികളെ പോലെ നീ ഇങ്ങനെ കരയാണോ? ബാംഗ്ലൂരിലേക്കല്ലേ ഞാൻ പോണത്. നിന്നെ എനിക്ക് കാണണം തോന്നുമ്പോ ഓടിങ്ങെത്തും. നീയും കൂടെ പോയാ ഞാൻ തനിച്ചാവും. തനിച്ചോ? അതിനല്ലേ നീ ഒരാളെ കണ്ടുവച്ചിരിക്കുന്നേ. മഹേട്ടൻ നല്ലവനാ. എന്നെ കല്യാണം കഴിക്കാമെന്ന് ഉറപ്പ് തന്നിരിക്കുക. നീ മദറിനോടെല്ലാം പറഞ്ഞോ? ഇല്ല, മഹേട്ടൻ അച്ഛനോടും അമ്മയോടും എല്ലാം അനുവാദം വാങ്ങാൻ പോയിരിക്കുക.
വന്നാലുടൻ പറയണം. ഓർക്കുമ്പോൾ ഒരു അനാഥയായ ഞാൻ അതിര് കടന്ന് മോഹിക്കുന്നുണ്ടോ എന്ന്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആദ്യം നീ ഒരു അനാഥയാണെന്നുള്ള ചിന്ത നിർത്തണം. അപ്പോ നിനക്ക് ഞാൻ ആരുമല്ല അല്ലേ? രാധേ, നിനക്ക് നല്ലതേ വരൂ. എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഇതൊരു യാത്ര പറച്ചിലായി കരുതണ്ട. വരട്ടെ. അന്നും ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. പിന്നീട് അവൾ എനിക്ക് കത്തയക്കാതായി. ഒരു ദിവസം ഞാൻ ശോഭയെ തേടി കോൺവെന്റിൽ പോയി. അപ്പോഴാണ് ശോഭ ഗർഭിണിയായിരുന്നെന്നും കോൺവെന്റിൽ നിന്നും പോയിട്ട് 2 ദിവസമായെന്നും അറിയുന്നത്. അന്വേഷിക്കേണ്ടിടത്തൊക്കെ ഞാൻ അന്വേഷിച്ചു. പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് മദ്രാസിൽ നഴ്സായി ജോലി കിട്ടി. ഒരു ദിവസം അതേ ഹോസ്പിറ്റലിൽ ശോഭ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. കണ്ടോ? ശോഭേ, എന്തിനു കരയുന്നേ? കരയാതെ. ശോഭേ, മഹാദേവൻ ഇവിടെ? അയാൾ പറഞ്ഞതൊന്നും സത്യമായിരുന്നില്ല. എന്നെ വഞ്ചിക്കായിരുന്നു. ഇത്രയും നാളും ഞാൻ ജീവിച്ചത് തന്നെ മഹാദേവന്റെ മനസ്സ് മാറുമെന്ന് കരുതിയ. അവസാനം ആത്മഹത്യക്ക് വരെ ഞാൻ ഒരുങ്ങി. അതിനും വിധി എന്നെ അനുവദിച്ചില്ല. ഈശ്വരൻ എന്നെ എങ്ങനെ പരീക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛൻ ആരാന്നറിയാതെ വളർന്നു. സ്നേഹിച്ച് കൊതി തീരും മുമ്പേ അമ്മയും പോയി. ആകെയുള്ള ആശ്രയം ഓർഫനേജും അവിടുത്തെ അന്തേവാസികളുമായിരുന്നു. ഈ കുഞ്ഞുമായി ഞാൻ ഇനി എങ്ങോട്ട് പോകും? കരയാതെ ശോഭേ. ശോഭേ, അയാളുടെ വാക്ക് കേട്ട് ഇറങ്ങിപ്പോയ എനിക്ക് ദൈവം തന്ന ശിക്ഷയാണിത്. അയാൾ അങ്ങനെ വിടാൻ പാടില്ല. നീ സമാധാനപ്പെട്. ഞാൻ പോയി മഹാദേവനെ കണ്ട് സംസാരിക്കാം. വേണ്ട രാധേ, നീ ഇനി പോയിട്ട് കാര്യമില്ല. കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശിയായ രാജശേഖരൻ തമ്പിയുടെ മകളുമായി നാളെ അയാളുടെ വിവാഹമാണ്. നിന്നെ നശിപ്പിച്ചിട്ട് ഒരു പണക്കാരി പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ജീവിക്കാൻ അയാളെ ഞാൻ അനുവദിക്കില്ല. ആ വിവാഹം നടക്കില്ല. നിന്റെ രാധയാണ് നിനക്ക് വാക്ക് തരുന്നത്. അങ്ങനെ അയാളുടെ കല്യാണം ഞാൻ മുടക്കി. പിന്നീട് ശോഭയ്ക്ക് ഒരിക്കലും അനാഥാലയത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ലായിരുന്നു. ഞാൻ ശോഭയെ എന്റെ ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മഹാദേവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. ഒരു കോടീശ്വരനായ മകന് ഇതുവരെ പറയാൻ തെറ്റുകളുടെ കണക്കേ ഉണ്ടായിരുന്നുള്ളൂ. തിരുത്താൻ ആരെ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതൊന്നുമല്ല ജീവിതമെന്ന്
ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. സോറി, ഞാൻ ആ, രാധയാണ് എന്നെ കണ്ണു തുറപ്പിച്ചത്. ഞാൻ എന്റെ ഭാര്യയോടും കുഞ്ഞിനോടും ചെയ്ത തെറ്റുകൾ ഈശ്വരൻ പോലും പൊറുക്കില്ല. ഞാൻ ശോഭയും എന്റെ മോനെയും കൂട്ടിക്കൊണ്ടു പോവാണ്. അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ശോഭയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതം തിരിച്ചു കിട്ടിയല്ലോ എന്നോർത്ത്. പക്ഷേ അന്ന് രാത്രി എനിക്ക് ശോഭയുടെ ഫോൺ വന്നു.